ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ബ്ലൂ ആൾ വലുതായിട്ടാ, ഇയാളെ പുതിയ കൂട്ടിലോട്ട് ആക്കാറായിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് കുറച്ച് ഡോഗ്സിനെ പരിചയപ്പെടുത്താനാണ്. നമ്മുടെ പറൂരാണ്. അപ്പോൾ ഒരു ചേച്ചി ചെയ്യണതാണ്, ഒരു കെനലാണ്. സ്മോൾ ബ്രീഡുകളാണ് എല്ലാം. നമ്മുടെ ഫ്രഞ്ച് ബുൾഡോഗ് ഉണ്ട്, ജാക്ക് റസലർ ഉണ്ട്, പിന്നെ ബീഗിള്, അങ്ങനെ എല്ലാത്തിൻ്റെ പപ്പീസും കിടപ്പുണ്ട് കേട്ടോ. സർട്ടിഫൈഡ് ആയിട്ടുള്ള പപ്പീസൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കിട്ടും. അപ്പോൾ എന്തായാലും ഇയാൾക്കൊരു കൂടി ശരിയാക്കണ വീഡിയോ വരും വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. നമുക്ക് വീഡിയോയിലോട്ട് നടക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പറൂരാണ് കേട്ടോ ഉള്ളത്, നോർത്ത് പറൂര്. അപ്പോൾ കുറച്ച് ഈ ഡോഗ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇവിടെ എല്ലാം സ്മോൾ ബ്രീഡുകളാണ് കേട്ടോ. ബീഗിൾ കിടപ്പുണ്ട്, ഫ്രഞ്ച് ബുൾഡോഗ് കിടപ്പുണ്ട്, പിന്നെ നമ്മുടെ ജാക്ക് റസലറില്ലേ അത് കിടപ്പുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പപ്പീസും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാം സർട്ടിഫൈഡ് ഡോഗുകളാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവരോരോരുത്തരായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ പപ്പീസിനെയൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ താഴെ ഒരു നമ്പർ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസൊക്കെ അതിൽ പറഞ്ഞു തരും. പിന്നെ നമുക്ക് ഓരോരുത്തരായിട്ട് കാണാം. ഇതൊക്കെ ഫ്രഞ്ച് ബുൾഡോഗിൻ്റെ പപ്പീസാണ് കേട്ടോ. പിന്നെ ഇതൊരു ബീഗിൾ ഫീമെയിലാണ്, ആൾ കൺസീവ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അധികം വൈകാണ്ട് അതിൻ്റെ പപ്പീസും നമ്മുടെ വരെ വരും. അപ്പോൾ എന്നാലും ബാക്കി ഉള്ള ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം. എല്ലാവരും കൂടെ അഴിച്ചിട്ടേക്കണെയാണ്, അതുകൊണ്ട് അവിടെ ഇവിടെ കോടി നടക്കേണ്ടത്. അതൊരു ഫ്രഞ്ച് ബുൾഡോഗാണ് ആ പോയത്. അതിൻ്റെ ആ മെയിലിൻ്റെയും വേറൊരു ഫീമെയിലുണ്ട്, അതിനെ കാണിച്ചു തരാം കേട്ടോ. ആ ഫീമെയിലിൻ്റെയും കൂടെ പപ്പീസാണ് ഇപ്പോൾ കിടക്കണത്. ഈ ബീഗിളിൻ്റെ ഇത് മെയിൽ, ഇതിൻ്റെ ഒരു കുട്ടികളും ഇപ്പോൾ കിടപ്പുണ്ട്, ഒരു 3 കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. മെയിൽ പപ്പീസാണ് കേട്ടത്. ഇത് ആ ബീഗിളുണ്ട്, ആ മെയിലിൻ്റെ. അതിൻ്റെ ഫീമെയിലും ഇവിടെ തന്നെ ഉണ്ട്, ആളപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അതിനായിട്ട് വരുമ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടതാണ് കേട്ടോ. ഫുഡൊക്കെ പാത്രത്തിൽ വെച്ചാണ് കൊടുക്കാറ്. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ വരാൻ വേണ്ടി അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. ഇതൊരു ഫ്രഞ്ചിൻ്റെ ഫീമെയിലാണ്. അതിന് ലിറ്ററായിട്ടില്ല, ഒരു ഹീറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അതായത് ഈ ഫീമെയിൽ ഫ്രഞ്ച് ബുൾഡോഗിൻ്റെയും ഈ മെയിലിൻ്റെയും കുട്ടികളാണ് ഇപ്പോൾ കിടക്കുന്നത്. 3 എണ്ണം. 2 ഫീമെയിലും കിടപ്പുണ്ട്, ഒരു മെയിലും കിടപ്പുണ്ട്. അതിൽ ഒരെണ്ണം ഫീമെയിൽ സർട്ടിഫൈഡ് ആണ് കേട്ടോ. ബാക്കി 2 എഴുതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ കണ്ട ഫീമെയിൽ ബീഗിളിനെ കണ്ട, ഇതിൻ്റെ പപ്പീസ് ഇപ്പോൾ കിടപ്പുണ്ട്. അതാണ് പറഞ്ഞ 3 മെയിൽ പപ്പീസാണ് കിടക്കണത്. അതിപ്പോൾ കൊടുക്കാറായിട്ടില്ല, 21 ദിവസം അടുക്കേ ആയിട്ടുള്ളൂ. വേണമൊരെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് നമ്പറുണ്ട്, അതിൽ വിളിച്ച് ബുക്ക് ചെയ്തിടാം കേട്ടോ. അതൊക്കെയും സർട്ടിഫൈഡ് ആണ്. ഇതിപ്പോൾ ഇവിടെ ഉള്ള പാരൻറ്റ് സ്റ്റോക്കുകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഇനി പപ്പീസിനെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇവരെ മാറ്റിയിട്ട് നമുക്ക് അഴിച്ചിടാം. പപ്പീസിനെ നമ്മൾ അഴിച്ചിട്ടാണ്. എല്ലാം നല്ല ആക്റ്റീവ് പപ്പീസാണ് കേട്ടോ. അതായത് ഈ പപ്പീസ് ഈ കാണുന്ന വൈറ്റും ബ്ലാക്കും പപ്പിയില്ലേ, അതാണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പപ്പിയാണിത്. പിന്നെ ഈ ബാക്കി 2 സർട്ടിഫൈഡ് എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതൊരു മെയിൽ പപ്പിയാണ് കേട്ടോ. ഇത് പിന്നെ ബ്ലാക്ക് ഫീമെയിൽ തന്നെയാണ്. എല്ലാം നല്ല ആക്റ്റീവ് പപ്പീസാണ്. നമ്മൾ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിലിപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലിരിക്കണത് മെയിലും മറ്റേത് ഫീമെയിലാണ്. മറ്റേതാണ് സർട്ടിഫൈഡ് ആണെന്ന് പറഞ്ഞ പപ്പീസ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ അത് 2 ലാബിൻ്റെ പപ്പീസ് ഉണ്ട് കേട്ടോ. ഒരു മെയിലും ഒരു ഫീമെയിലുമാണ്. ഇത് ലാബിൻ്റെ പപ്പീസാണ്, ഇത് ഫീമെയിലാണ്. പിന്നെ ഒരു മെയിൽ പപ്പിയും കൂടെ കിടപ്പുണ്ട്. ഇത് ഏകദേശം ഒരു 33 ദിവസത്തോളം പ്രായമായിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ സെയിലിനുള്ളതാണ്. ഇത് മെയിൽ പപ്പിയാണ്. നല്ല ആക്റ്റീവ് പപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ പപ്പീസിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഏത് ഡോഗായാലും നമ്മൾ റെഡിയാക്കി തരും കേട്ടോ. ജാക്ക് റസലറിൻ്റെ പപ്പി ഈ നമ്മുടെ ലാബിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതാണ്. ഇവരും നല്ല ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ബ്രീഡാണ് കേട്ടോ ജാക്ക് റസലർ. അപ്പോൾ അതെ നമ്മുടെ കയ്യിൽ ഫുഡ് കൊടുത്ത് ഇതാക്കണുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ വന്ന് നല്ല പൊതിഞ്ഞ് കളയാണ് കയ്യിൽ വന്നിട്ട്. കാണിച്ചു തരാം. കുറച്ച് ഫുഡ് നമ്മൾ കയ്യിലെടുത്തിട്ട് പിന്നെ കയ്യിലെടുത്ത് കാണിക്കുന്നുണ്ട്. ഒരാൾ ഒരു തേങ്ങയും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പപ്പീസ് ഇങ്ങനെ എല്ലാത്തിനെയും കൂടെ അഴിച്ചിടുന്ന നല്ല രസമുണ്ട്. ഒക്കെ കൂടെ കിടന്ന് ഭയങ്കര കളിയാണ്. എല്ലാ കുഞ്ഞുങ്ങളും കൂടെ എൻ്റെ അടുത്ത് വന്നതാണ്.
അപ്പോൾ ഇതൊരു ചേച്ചി നടത്തുന്ന ഫാമാണ് കേട്ടോ. ആ ചേച്ചി അത്യാവശ്യം ഈ സ്മോൾ ബ്രീഡുകളാണ് എല്ലാം ചെയ്യണത്. പിന്നെ ഒരു ലാബ് കിടപ്പുണ്ട് കേട്ടോ. അതൊരു വലിയ ബ്രീഡായിട്ട് ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ ലാബ്. പിന്നെ ബാക്കിയൊക്കെ ഇതേപോലത്തെ സ്മോൾ ബ്രീഡുകളാണ്. അതേ കയ്യിൽ കുറച്ച് ഫുഡ് എടുത്ത് കൊടുത്തു നോക്കിയാണ്, ഒക്കെ കൂടെ വന്ന് പൊതിഞ്ഞ് കളഞ്ഞു. എന്നാലും ബാക്കി നമുക്ക് ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. ബാക്കി വിശേഷങ്ങളൊക്കെ പുറകെ ഉണ്ട്. എന്നാലും ആ പപ്പീസിനൊന്ന് കാണിച്ചു തരാം കേട്ടോ, ബീഗിളുടെ. ഇതാണ് ആ പപ്പീസ്. ആൾക്കാർ ഇപ്പോൾ ഫുഡ് പയ്യെ എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ താഴെ കാണാൻ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെ സർട്ടിഫൈഡാണ്, നല്ല മാർക്കിംഗ് ഉള്ള പപ്പീസാണ്. ടൈൽ മാർക്കിംഗ് എല്ലാം കറക്റ്റാണ്. ഇതിൻ്റെ ഫീമെയിൽ തന്നെ, ഇതാണ് അതിൻ്റെ ഫീമെയിൽ. 3 പപ്പീസേ ഉള്ളൂ, 3 മെയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ആവശ്യക്കാർ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.